ഹായ് ഹലോ വെൽക്കം ടു ശ്രീ PSC കോഴ്സ്. ഇന്ന് നമ്മൾ കറണ്ട് അഫെയർ ക്ലാസ്സിലെ പാർട്ട് 4 ആണ് ചെയ്യുന്നത്. പാർട്ട് 1ഉം 2, 3 ഒക്കെ നമ്മൾ കോഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ കോഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്ത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗ്രീൻ ട്രാൻസ്പോർട്ട് സംരംഭത്തിനുള്ള 2024 പുരസ്കാരം ലഭിച്ചത് കൊച്ചി വാട്ടർ മെട്രോയ്ക്കാണ്. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രീൻ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വണ്ടിയായിട്ട് തന്നെ കണക്ട് ചെയ്യാം. അപ്പോൾ ഗ്രീൻ കളർ വണ്ടി നമുക്കറിയാം, ഈ കുട്ടികൾക്കാണ് കൂടുതൽ ഈ ഗ്രീന്, ബ്ലൂ അങ്ങനെയൊക്കെ കളർ ട്രാൻസ്പോർട്ട്, അതായത് വണ്ടികളോടൊക്കെ ഭയങ്കര താല്പര്യം. അപ്പോൾ ഈ ഗ്രീൻ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ കൊച്ചുങ്ങൾക്ക്, അതായത് കുട്ടികൾക്ക്, അപ്പം അവർക്കാണ് കൂടുതൽ ഇഷ്ടം എന്നൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ, കളറൊക്കെ ആയിട്ടുള്ള. അപ്പോൾ ഗ്രീൻ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ കൊച്ചി എന്നല്ല, കൊച്ചി മീൻസ് കൊച്ച്, കുട്ടി, അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ എന്തായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗ്രീൻ ട്രാൻസ്പോർട്ട് സംരംഭത്തിനുള്ള 2024 പുരസ്കാരം ലഭിച്ചത് കൊച്ചി വാട്ടർ മെട്രോ ആണ്. ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് 2023 ഏപ്രിൽ 25-നാണ്. അതുപോലെ കൊച്ചി വാട്ടർ മെട്രോയുടെ നിലവിലെ ജനറൽ മാനേജർ ഷാജി ജനാർദ്ദനാണെന്നും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അടുത്തത് 2024 38ാമത് മൂലൂർ പുരസ്കാര ജേതാവാണ് കെ രാജഗോപാൽ. 2024 38ാമത് മൂലൂർ പുരസ്കാര ജേതാവാണ് കെ രാജഗോപാൽ. അതെങ്ങനെ കണക്ട് ചെയ്യാം? നമ്മൾ രാജഗോപാലിൻ്റെ പാൽ അങ്ങനെ എടുക്കുക. അപ്പോൾ പാല് മൂലൂർ, അപ്പം മൂലാന്ന് എടുക്കുക കേട്ടോ. അപ്പം നമ്മൾ പാൽ എന്ത് ചെയ്തു, ഒരു മൂലയിൽ കൊണ്ടുവച്ചു എന്ന് കണക്ട് ചെയ്യുക. അതുപോലെ പതികാലം എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. നമുക്ക് പതികാലം എന്ന് പറയുമ്പോൾ പതി എന്ന് പറഞ്ഞാൽ ആരാണ്? ഭർത്താവാണ്. അപ്പോൾ ഭർത്താവിന് വേണ്ടിയിട്ടാണ് പാൽ സൈഡിൽ കൊണ്ടുവച്ചതെന്നും കൂടെ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കെ രാജഗോപാലിൻ്റെ കവിതയാണ് പതികാലം. 2024 38ാമത് മൂലൂർ പുരസ്കാര ജേതാവ് കെ രാജഗോപാൽ. അടുത്തത് 2024 മികച്ച നടനുള്ള ദാദാ സാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ ഷാറൂഖ് ഖാനാണ് കേട്ടോ. 2024 മികച്ച നടനുള്ള ദാദാ സാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ലഭിച്ചത് ഷാറൂഖ് ഖാന്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് 2024 ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുത്ത ആദ്യ ചലച്ചിത്ര താരമാണ് ഷാറൂഖ് ഖാന്. അതുകൂടെ ഒന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ എന്താ പറഞ്ഞാൽ, 2024 മികച്ച നടനുള്ള ദാദാ സാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ലഭിച്ചത് ഷാറൂഖ് ഖാനാണ്. 2024 ദാദാ സാഹിബാണ് കേട്ടോ. അതുപോലെ ഇന്ത്യയിൽ നിന്ന് 2024 ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുത്ത ആദ്യ ചലച്ചിത്ര താരം കൂടിയാണ് ആര്? ഷാറൂഖ് ഖാന്. അടുത്തത് 2023 ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഷോങ്. അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യുക വെച്ചാൽ, മിഷോങ് എന്ന് പറയുമ്പോൾ മിസ്സ്, നമ്മൾ മിഷോങ്ങിനെ അതൊന്നും കൂടെ സോഫ്റ്റാക്കിയ മിസ്സ് എന്ന് വരില്ലേ. അപ്പോൾ മിസ് ചെയ്യുക. നമ്മുടെ കേരളത്തിൽ കൂടുതൽ ഇപ്പോൾ ബംഗാളികളാണെന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ബംഗാളികൾക്കൊക്കെ എന്താണ്, ഇവിടെ പണിയെടുക്കുന്നതുകൊണ്ട് അവർക്ക് അവരുടെ ഫാമിലിയൊക്കെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ മിഷോങ്, മിസ്സാക്കുക. അതെന്താ, ബംഗാളികൾക്കാണ് കൂടുതൽ മിസ് ചെയ്യുന്നത്, കാരണം അവരിവിടെ ജോലി ചെയ്യല്ലേ ഫാമിലിയൊക്കെ വിട്ടിട്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അതുപോലെ പേര് നൽകിയ രാജ്യം മ്യാൻമറാണ്. അപ്പോൾ മ്യാൻമർ എന്ന് പറയുമ്പോൾ അങ്ങനെ ആലോചിക്കുക. മിസ് ചെയ്യുന്നതൊക്കെ ആർക്കാണ്? മനുഷ്യന്മാർക്കാണ് മിസ് ചെയ്യലൊക്കെ ഉള്ളത്. അപ്പം മ്യാൻമർ മാനായി കണക്ട് ചെയ്തിട്ട് മിഷോങ് മിസൈൽ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ബംഗാൾ ഉൾക്കടലിലാണ് ഏത് ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത്? മിഷോങ് ചുഴലിക്കാറ്റ്. അടുത്തത്, കവിയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അതെങ്ങനെ കണക്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സുഗതവനം, അതുപോലെ തന്നെ സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായിട്ട് സുഗതവനം ആ പേരോട് ഒന്ന് കണക്ട് ചെയ്യണം. കാരണം സുഗത എന്ന് പറഞ്ഞിട്ട് വനത്തിൻ്റെ അപ്പുറത്ത് ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആവും ചിലപ്പോൾ വരിക. അപ്പോൾ സുഗതവനം എന്ന് ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ സുഗതകുമാരി നമുക്കൊരു അറിയാം, ഒരു പരിസ്ഥിതി പ്രവർത്തകയുടെ ആയിരുന്നല്ലേ. അപ്പോൾ പരിസ്ഥിതി വനം അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് സുഗതവനം എന്നാണ് ആ പേരോട് ഒന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ അതെവിടെയാണെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാൾ. പശ്ചിമം എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം, സങ്കടം അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. എന്നിട്ട് സുഗതകുമാരിക്ക് ഇപ്പോൾ വനമൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ പേര് ഭയങ്കര പശ്ചാത്താപം, സങ്കടമൊക്കെ ആയിരുന്നു ഒന്ന് കണക്ട് ചെയ്തിട്ട് അതെവിടെ, ഇപ്പോൾ സുഗത വനം എന്ന് കേൾക്കുമ്പോൾ പശ്ചിമ ബംഗാൾ, പശ്ചാത്താപം, പശ്ചിമ ബംഗാൾ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കവിയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. അതുപോലെ 2020 ഡിസംബർ 23-നാണ് സുഗതകുമാരി അന്തരിച്ചത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു 2024 മികച്ച നടനുള്ള ദാദാ സാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ലഭിച്ചത് ഷാറൂഖ് ഖാനാണ്. അപ്പം തന്നെ എന്തുകൂടെ ആലോചിക്കണം, ഇന്ത്യയിൽ നിന്ന് 2024 ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുത്ത ആദ്യ ചലച്ചിത്ര താരം കൂടിയാണ് ഷാറൂഖ് ഖാൻ. 2023 ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് മിഷോങ് ആണ്. പേര് നൽകിയ രാജ്യം മ്യാൻമർ ആണ്. അടുത്തത്, കവിയത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കിയത് പശ്ചിമ ബംഗാളാണ്. 2020 ഡിസംബർ 23-നാണ് സുഗതകുമാരി അന്തരിച്ചത്.
അടുത്തത് 2024 ജനുവരിയിൽ അറബിക്കടലിൽ കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്കു കപ്പലാണ് MV ലീല നോർഫോക്ക്. 2024 ജനുവരിയിൽ അറബിക്കടലിൽ കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്കു കപ്പലാണ് MV ലീല നോർഫോക്ക്. അങ്ങനെ കണക്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കടൽ കൊള്ളക്കാർ ചില ലീലയൊക്കെ കാണിച്ചപ്പോൾ നമ്മൾ ലീലാവിലാസം എന്നൊക്കെ പറയില്ല, അതുപോലെ ലീലയൊക്കെ കാണിച്ചപ്പോൾ നമ്മൾ നാവികസേന അവിടെ നിന്ന് രക്ഷിച്ചു എന്ന് കണക്ട് ചെയ്യാം കേട്ടോ. രക്ഷിച്ചു എന്ന് മോചിപ്പിച്ചു എന്ന് അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ ലീല കാണിച്ചപ്പോൾ ആരാണ്? കടൽ കൊള്ളക്കാർ. അപ്പോൾ ലീലാവിലാസം ആ ഒരു ലീല അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ എന്താണ് പേര്? MV ലീല നോർഫോക്ക്. 2024 ജനുവരിയിൽ അറബിക്കടൽ കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്കപ്പലാണ് MV ലീല നോർഫോക്ക്. അടുത്തത് ഒമാൻ ഉൾക്കടലിന് സമീപം ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേൽ ബന്ധമുള്ള ചരക്കു കപ്പലാണ് MSC എരീസ്. ഒമാൻ ഉൾക്കടലിന് സമീപം ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേൽ ബന്ധമുള്ള ചരക്ക് കപ്പലാണ് MSC എരീസ്. അതെങ്ങനെ കണക്ട് ചെയ്യാം? എരീസ് എന്ന് പറയുമ്പോൾ ഏരിയ കാലമൊക്കെ നമ്മൾ നന്നായിട്ട് ഏരിയൊക്കെ വലിക്കുന്ന സമയത്ത് നമ്മൾ ഈശ്വര അങ്ങനെയൊക്കെ പറയൂലേ. അപ്പോൾ ഇസ്രയേലിനാണ് നമ്മൾ ഈശ്വര, ഈശ്വര അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യട്ടോ. ഇസ്രായേൽ, ഈശ്വര അങ്ങനെ. അപ്പോൾ നന്നായിട്ട് ഏരിയൊക്കെ വലിക്കുമ്പോൾ നമ്മൾ ഈശ്വര അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊരു എരിവാണ് അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഒമാൻ ഉൾക്കടലിന് സമീപം ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേൽ ബന്ധമുള്ള ചരക്ക് കപ്പലാണ് MSC എരീസ്. അടുത്തത് ഇന്ത്യയിലെ 100,000-ഓളം ഡെവലപ്പർമാരെ പുതിയ AI ടെക്നോളജികളിലും ടൂളുകളിലും വൈദഗ്ധ്യമുള്ളവരാക്കുക എന്ന ലക്ഷ്യത്തോടെ AI ഒഡീസി സംരംഭം ആരംഭിച്ച കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. എന്താണ്? ഇന്ത്യയിലെ 100,000-ഓളം ഡെവലപ്പർമാരെ പുതിയ AI ടെക്നോളജികളിലും ടൂളുകളിലും വൈദഗ്ധ്യമുള്ളവരാക്കുക എന്ന ലക്ഷ്യത്തോടെ AI ഒഡീസി സംരംഭം ആരംഭിച്ച കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഒഡീസി എന്നൊക്കെ പറയുമ്പോൾ ഓടുക അങ്ങനെയൊക്കെ കണക്ട് ചെയ്യുക. അപ്പോൾ ഓടി നടന്ന് 100,000-ഓളം മൈക്രോ എന്ന് പറയുമ്പോൾ ചെറുതെന്നല്ല മൈക്രോ. അപ്പോൾ ചെറിയ ചെറിയ ഡെവലപ്പർമാരാണെങ്കിലും അവരൊക്കെ കണ്ടെത്തി, ഓടി നടന്ന് കണ്ടെത്തി എന്നൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അവരൊക്കെ എന്താക്കി ഒരു ഡെവലപ്പർമാരാക്കി അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ എന്താണ്? ഇന്ത്യയിലെ 100,000-ഓളം ഡെവലപ്പർമാരെ പുതിയ AI ടെക്നോളജികളിലും ടൂളുകളിലും വൈദഗ്ധ്യമുള്ളവരാക്കുക എന്ന ലക്ഷ്യത്തോടെ AI ഒഡീസി സംരംഭം ആരംഭിച്ച കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. ചെറിയ ചെറിയ ഡെവലപ്പർമാരാണെങ്കിലും അവരെ ഓടി നടന്ന് കണ്ടെത്തി എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. 2024 ജനുവരിയിൽ അറബിക്കടൽ കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്കു കപ്പലാണ് MV ലീല നോർഫോക്ക്. അതിങ്ങനെ കണക്ട് അവരുടെ ലീലാവിലാസങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ നാവികസേന രക്ഷപ്പെടുത്തി ഒന്ന് കണക്ട് ചെയ്യുക. അടുത്തത് ഒമാൻ ഉൾക്കടലിന് സമീപം ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേൽ ബന്ധമുള്ള ചരക്ക് കപ്പലാണ് MSC എരീസ്. അടുത്തത് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ നന്നായിട്ട് എരി വലിക്കുമ്പോൾ നമ്മൾ ഈശ്വരനെ വിളിക്കും. ഈശ്വരൻ ഇസ്രയേൽ അങ്ങനെ കണക്ട് ചെയ്യുക. അടുത്തത് ഇന്ത്യയിലെ 100,000-ഓളം ഡെവലപ്പർമാരെ പുതിയ AI ടെക്നോളജികളിലും ടൂളുകളിലും വൈദഗ്ധ്യമുള്ളവരാക്കുക എന്ന ലക്ഷ്യത്തോടെ AI ഒഡീസി സംരംഭം ആരംഭിച്ച കമ്പനി ഏതെന്ന് ചോദിച്ചാൽ മൈക്രോസോഫ്റ്റ്. അപ്പോൾ ചെറിയ ചെറിയ ഡെവലപ്പർമാരാണെങ്കിൽ അവരൊക്കെ ഓടി നടന്ന് കണ്ടെത്തിയെന്ന് കണക്ട് ചെയ്യുക. അടുത്തത് ഇന്ത്യയിലെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് അഗ്രി എക്സ്പോർട്ട് തുറമുഖം എന്ന അംഗീകാരം ലഭിച്ചത് മുംബൈ ജവഹർലാൽ നെഹ്റു തുറമുഖം. ഇന്ത്യയിലെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് അഗ്രി എക്സ്പോർട്ട് തുറമുഖം എന്ന അംഗീകാരം ലഭിച്ചത് മുംബൈ ജവഹർലാൽ നെഹ്റു തുറമുഖം. അതെങ്ങനെ കണക്ട് ചെയ്യുക? നമുക്ക് അതിലെ ഇൻ്റഗ്രേറ്റഡ് അഗ്രി എക്സ്പോർട്ട് എന്ന് കണ്ടോ. അഗ്രി എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ ഒന്ന് കണക്ട് ചെയ്യുക. അപ്പോൾ അഗ്രികൾച്ചറിൽ ഭയങ്കര എക്സ്പോർട്ട് ആയതുകൊണ്ട് ആ തുറമുഖം കുറച്ച് മുമ്പിലെത്തി, ഒന്നാം സ്ഥാനം എത്തി എന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്യട്ടെ. മുമ്പിലെത്തി മുംബൈ ജവഹർലാൽ നെഹ്റു തുറമുഖം. അപ്പോൾ എന്താ പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് അഗ്രി എക്സ്പോർട്ട് തുറമുഖം എന്ന അംഗീകാരം ലഭിച്ചത് ഏതാണ്? മുംബൈ ജവഹർലാൽ നെഹ്റു തുറമുഖം. അതുപോലെ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയാണ് സർബാനന്ദ് സോനോവാൾ എന്ന് ഓർത്ത് വയ്ക്കുക. തുറമുഖം കടൽ അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ആനന്ദമാണ്. കടലൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആനന്ദം തോന്നുന്നില്ലേ. അപ്പോൾ സർബാനന്ദ് ആനന്ദം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് അഗ്രി എക്സ്പോർട്ട് തുറമുഖം എന്ന അംഗീകാരം ലഭിച്ചത് മുംബൈ ജവഹർലാൽ നെഹ്റു തുറമുഖമാണ്. ഇപ്പോഴത്തെ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ് സോനോവാളാണെന്ന് കണക്ട് ചെയ്യാം. അടുത്തത് 2030 വേൾഡ് എക്സ്പോയുടെ വേദി റിയാദ്. 2030 വേൾഡ് എക്സ്പോയുടെ വേദി റിയാദാണ്. 2030 പ്രമേയം എന്ന് പറയുന്നത് ദി എറ ഓഫ് ചേഞ്ച് ടുഗദർ ഫോർ എ ഫോർസൈറ്റഡ് ടുമാറോ. എന്താണ് പ്രമേയം? ദി എറ ഓഫ് ചേഞ്ച് ടുഗദർ ഫോർ എ ഫോർസൈറ്റഡ് ടുമാറോ. അതുപോലെ 2025 വേദി ചോദിക്കുകയാണെങ്കിൽ ഒസാക്ക, ജപ്പാനിലെ ഒസാക്ക എന്ന് പറഞ്ഞതാണ് 2025 വേദി. അടുത്തത് 2024 PK കാളൻ പുരസ്കാരം ലഭിച്ച K കുമാരൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ചിമ്മാനക്കളി. 2024 PK കാളൻ പുരസ്കാരം ലഭിച്ച K കുമാരൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചിമ്മാനക്കളി. അപ്പോൾ അതെങ്ങനെ കണക്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിമ്മാനക്കളി എന്ന് പറയുമ്പോൾ ചിമ്മി, അതായത് കണ്ണ് ചിമ്മിയൊക്കെ കളിക്കുക എന്നൊക്കെ പറയില്ലേ. അത് കുമാരന്മാരിൽ അങ്ങനെ കളിക്കുക.
കുമാരൻ മീൻസ് ചെറിയ കുട്ടികൾ അങ്ങനെ. അപ്പോൾ അവരൊക്കെയാണ് എന്ത് കണ്ണ് ചിമ്മി കളിക്കുന്ന കളികളൊക്കെ കളിക്കുക. അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. 2024 PK കാളിൻ പുരസ്കാരം ലഭിച്ച കെ കുമാരൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചിമ്മാനക്കളി, ചിമ്മിക്കളിക്കുക, കുമാരന്മാർ അങ്ങനെ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഇൻ്റഗ്രേറ്റഡ് അഗ്രി എക്സ്പോർട്ട് തുറമുഖം എന്ന അംഗീകാരം ലഭിച്ചത് മുംബൈ ജവഹർലാൽ നെഹ്റു തുറമുഖമാണ്. 2030 വേൾഡ് എക്സ്പോയുടെ വേദി റിയാദാണ്. 2025 ചോദിക്കുകയാണെങ്കിൽ ഒസാക്ക, ജപ്പാനിലെ ഒസാക്കയാണ്. 2024 PK കാളിൻ പുരസ്കാരം ലഭിച്ച കെ കുമാരൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചിമ്മാനക്കളി. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കോഡ് ഉപയോഗിച്ച് നോക്കിയതൊക്കെ നമുക്ക് റെഡി ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഗ്രീൻ ട്രാൻസ്പോർട്ട് സംരംഭത്തിനുള്ള 2024 പുരസ്കാരം ലഭിച്ചത് ഏതിനായിരുന്നു നമ്മൾ പറഞ്ഞത്? ഗ്രീൻ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ കുട്ടികൾക്കാണ് കൂടുതൽ താല്പര്യം. ഗ്രീൻ, ബ്ലൂ അങ്ങനെയൊക്കെ ഓരോ കളറൊക്കെ വെച്ചിട്ടെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ കൊച്ചുങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ കൊച്ചി വാട്ടർ മെട്രോ ആണെന്ന് പറഞ്ഞു. അടുത്തത് 2024 38ാമത് മൂലൂർ പുരസ്കാര ജേതാവ് ഏതായിരുന്നു? മൂലയിൽ എന്ത് കൊണ്ടുവയ്ക്കും നമ്മൾ പറഞ്ഞ പാല്. കെ രാജഗോപാൽ. അടുത്തത് 2024 ജനുവരിയിൽ അറബിക്കടലിൽ കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ച ലൈബീരിയൻ ചരക്കു കപ്പൽ ഏതായിരുന്നു? ലീല നോർഫോക്കിൽ. ലീലാവിലാസങ്ങൾ എന്നൊക്കെ പറഞ്ഞ കടൽ കൊള്ളക്കാരുടെ ലീലാവിലാസങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കണക്ട് ചെയ്തു അങ്ങനെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. കോഡ് ഉപയോഗിച്ച് പറഞ്ഞൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതിലെ പാർട്ട് 1, 2, 3 ഒക്കെ കണ്ടിട്ട് അതിലെ അഭിപ്രായം കൂടി അറിയിക്കുക. അപ്പോൾ താങ്ക് യു.